2025 ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി. IMFന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ GDP 4.19 ട്രില്യൺ ഡോളറാണ്, ഏകദേശം 356 ലക്ഷം കോടി. GDPയുടെ കാര്യത്തിൽ ലോകത്ത് 4ാം സ്ഥാനത്തൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ ലോകത്ത് 140ലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത് ജനസംഖ്യയുമായി ഹരിച്ചാൽ കിട്ടുന്ന ശരാശരി വരുമാനത്തെ നമ്മൾ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയില് 2025 ജനസംഖ്യ ഏകദേശം 145 കോടിയോളം. GDP പെർ ക്യാപിറ്റ വർഷം 2.46 ലക്ഷം രൂപ. ഇതാണ് നമ്മുടെ സമ്പത്ത് തുല്യമായി വീതിച്ചാൽ ഓരോ ഇന്ത്യക്കാരനും കിട്ടുന്ന തുക. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? എന്നാൽ ശരിക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ജപ്പാന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 12.4 കോടിയാണ്. അവിടുത്തെ GDP പെർ ക്യാപിറ്റ ഒരു വർഷം ഒരാൾക്ക് കിട്ടുന്നത് 28 ലക്ഷം രൂപ. ഇനിയും ചൈനയുടെ ജനസംഖ്യ 140 കോടിയാണ്. GDP പെർ ക്യാപിറ്റ 12.16 ലക്ഷം ഓരോ വ്യക്തിക്കും കിട്ടും. ഇന്ത്യയുടെ ജനസംഖ്യ 145 കോടി. GDP പെർ ക്യാപിറ്റ വീതം വെക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 2.46 ലക്ഷം രൂപ. ജപ്പാന്റെ ശരാശരി വരുമാനം നമ്മുടേതിന്റെ 11.7 മടങ്ങ് കൂടുതലാണ്. ചൈനയുടേത് 5 മടങ്ങ്. ഇന്ത്യയുടെ ഇന്നത്തെ പെർ ക്യാപിറ്റ വരുമാനം എന്ന് പറയുന്നത് ജപ്പാനിൽ 50 വർഷം മുമ്പുള്ള നിലവാരമാണ്. ഇനി വലിയൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ സമ്പത്തിന്റെ വലിയൊരു പങ്ക് വളരെ കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് മുകേഷ് അംബാനി, ഗൗതം അദാനി പോലെയുള്ള 1% പണക്കാരെ നീക്കിക്കഴിഞ്ഞാൽ GDP പെർ ക്യാപിറ്റ 1.91 ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഒരു വർഷം കിട്ടുക. ഈ 1% ധനികരെ കൂടാതെ ഒരു 5% ധനികരെയും കൂടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ശരാശരി 1.62 ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരാൾക്ക് വരുമാനമായിട്ട് കിട്ടുക. ഇനിയും ഇതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ദരിദ്ര രാജ്യങ്ങളായ കെനിയ, നൈജീരിയ ഇവരൊക്കെ നമ്മളെക്കാൾ മുന്നിലാണ്. കെനിയയുടെ GDP പെർ ക്യാപിറ്റ വർഷം ഡോളറിൽ പറഞ്ഞ 2120, നൈജീരിയയുടെ GDP പെർ ക്യാപിറ്റ വർഷം 2162. സമ്പന്നരെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ GDP പെർ ക്യാപിറ്റ വർഷം ഇതിനേക്കാൾ കുറവാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ധനികരെന്ന് പറയുന്ന 1% ധനികരാണ് 40.1% സമ്പത്ത് കൈവശം വയ്ക്കുന്നത്. 90% ഇന്ത്യക്കാരുടെ മാസ വരുമാനം 25,000 രൂപയ്ക്ക് താഴെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സമ്പത്തിന്റെ അസമത്വം ബ്രിട്ടീഷ് കാലത്തേക്കാൾ മോശമാണ്. IMFന്റെ പ്രവചന പ്രകാരം 2028 ജർമ്മനിയെ മറികടന്ന് ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും. പക്ഷേ ആ നേട്ടം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ജപ്പാൻ, ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ വരുമാനത്തിലേക്ക് എത്താൻ ഇനിയും ഇന്ത്യ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കും. GDP പെർ ക്യാപിറ്റ മാറുന്നതിനനുസരിച്ചാണ് ജനജീവിതവും മെച്ചപ്പെടുക.